എമ്പുരാൻ എമ്പുരാൻ എന്ന് പറയുന്ന വിഷയം ആ സിനിമ ഇറങ്ങിയതോടുകൂടി തീർന്നു എന്ന് വിചാരിച്ചതാണ്. പക്ഷെ അങ്ങനെയല്ല. പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു മാസ്റ്റർ ബ്രെയിൻ, അത് പൃഥ്വിരാജ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ബുദ്ധി നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്താണ് കേട്ടോ. കാരണം ഈ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു സിനിമ ഇറങ്ങി അതിൻ്റെ റിവ്യൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സിനിമേനെ കുറിച്ചുള്ള ഒരു യൂട്യൂബിലെ ചർച്ചയും സോഷ്യൽ മീഡിയയിലെ ചർച്ചയൊക്കെ അവിടെ അവസാനിക്കാറാണ് പതിവ്. ഇത് ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നും ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് എനിക്ക് പൂർണ്ണമായിട്ടൊരു വിശ്വാസമുണ്ട്, പൃഥ്വിരാജിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ ഈ സിനിമയിലുണ്ട്. കാരണം ഈ സിനിമയിൽ ഇവർ ഒരു പാർട്ടീനെ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടീനെ, അത് നേരിട്ടല്ല, ഡയലോഗുകളിലൂടെ ഇവർ ഭയങ്കരമായ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. അതായത് ഇപ്പം UDF എന്ന് പറയുന്ന പാർട്ടീനെ ഇവർ IUF ഒക്കെ ആയിട്ടാണ് അതിനകത്ത് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതിലവർ പറയുന്നുണ്ട്, ഇവർ അച്ഛനും മക്കളും നമ്മൾ നായിൻ്റെ മക്കളും, അതായത് ഭരണം കിട്ടി വരുന്നത് തലമുറയായിട്ടാണ് എന്നുള്ള രീതിയിൽ ഇവർ പറയുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നതായിട്ട് ഇവർ ആ സിനിമയെ കാണിക്കുന്നുണ്ട്. ഇനി LDFൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ അവർ പറയുന്നുണ്ട്, ജനഹൃദയത്തിൽ ഇടം നേടാനായിട്ട് കറുത്ത മാസ്ക് മാറ്റി വെളുത്ത മാസ്ക് വെക്കുകയും അല്ലെങ്കിൽ ഒരു കുറേ ആൾക്കാരെ വിളിച്ച് തിരുവാതിര കളിപ്പിക്കുകയും ചെയ്താൽ ജനമനസ്സിലൊരു ജനനായകനാകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ വളരെ കുത്തി നമ്മുടെ LDF എന്ന് പറയുന്ന പാർട്ടിനെ പറയുന്നുണ്ട്. അതുമാത്രമല്ല ആ സിനിമയുടെ ഒരു 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 ജീവൻ എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യം കാണിക്കുന്ന ആ കലാപമാണ്. ആ കലാപം നടത്തുന്ന ആൾക്കാർ പിന്നീട് ഒരു പാർട്ടിയുടെ വലിയ നേതാക്കളായിട്ട് മാറുന്നൊരു സാഹചര്യം ആ സിനിമയിലുണ്ട്. അപ്പോൾ അതാണ് ഈ സിനിമയിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. അത് BJP എന്ന് പറയുന്ന പാർട്ടീനെയാണ്, അല്ലെങ്കിൽ 2002 ഗുജറാത്തിൽ നടന്ന കലാപത്തെയാണ് അതിനകത്ത് കാണിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഇത്രയും വലിയ വിഷയം നടക്കുന്നത്. അതിൻ്റെ പേരിലാണ് വീണ്ടും ഇത് സെൻസറിങ്ങിന് അയക്കുകയും 17ഓളം ഭാഗങ്ങൾ ആ സിനിമയിൽ നിന്ന് കട്ട് ചെയ്ത് കളയുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പം നമ്മൾ വിചാരിക്കുമോ ഇത് പൃഥ്വിരാജൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മുരളി ഗോപി ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുമെങ്കിൽ പോലും ഇവരിതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു ബ്രെയിൻ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്താണ്. അല്ലെങ്കിൽ ഇങ്ങനൊരു മൂന്നാമത്തെ സിനിമയാണ് പുള്ളി ഡയറക്റ്റ് ചെയ്യുന്നത്. ഇത്രയും വലിയൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ളൊരു കഴിവ് ആ പുള്ളിക്കുണ്ട്. ഇല്ലയെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടാകും, ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടാകും. ഇനി എമ്പുരാൻ ഇറങ്ങുന്ന സമയത്ത് ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ബുക്കിംഗ് റേറ്റും ഒരു ജനപ്രീതി ഉണ്ടായിരുന്നു. അതിനേക്കാൾ എത്രയോ ഇപ്പോൾ കൂടിയിരിക്കുകയാണ് കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലെ, അതായത് കേരളത്തിലെ BJP എന്ന് പറയുന്ന സംഘടനയാണല്ലോ ഇപ്പോൾ ഏറ്റവും വലിയ വിഷയം ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ സിനിമേനെ വിജയിപ്പിക്കാനായിട്ട് ഇപ്പം ഈ സിനിമ കാണാൻ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇനി ഈ സിനിമ ഇപ്പം കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി BJPക്കാരും കൂടി ഇനി സിനിമയ്ക്ക് കയറും. അപ്പോൾ എന്താ പറയുക, മൊത്തത്തിൽ ഈ സിനിമേനെ എങ്ങനെ മുടക്കുമുതൽ എങ്ങനെ തിരിച്ചു കിട്ടാം, അല്ലെങ്കിൽ ഈ സിനിമ എത്രത്തോളം വിവാദമുണ്ടാക്കി ഒരു റീച്ചിലേക്ക് ഉണ്ടാക്കാം എന്നുള്ളൊരു മാസ്റ്റർ ബ്രെയിൻ ഈ സിനിമയ്ക്ക് പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. അതിന് കാരണമുണ്ട്, അത് പിന്നീട് നമുക്ക് സംസാരിക്കാം. എന്താണെങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും ടിക്കറ്റൊക്കെ സീറ്റുകളൊക്കെ ഫുള്ള് ബുക്കിംഗ് ആണ്, തിയേറ്ററുകളൊക്കെ ഫുള്ള് ബുക്കിംഗ് ആണ്, ഷോസിൻ്റെ എണ്ണം കൂടി വരുന്നു, സ്ക്രീനിൻ്റെ എണ്ണം കൂടി വരുന്നു. എല്ലാ രീതിയിൽ നോക്കുകയാണെങ്കിലും ഈ വിവാദം കൊണ്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു തരത്തിലുള്ള ദോഷം ഉണ്ടായിട്ടില്ല, ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് ഇനിയാണെങ്കിലും അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അണികളും എന്താണെങ്കിലും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനുശേഷം മോഹൻലാൽ ഒരു ഖേദപ്രകടനവുമായിട്ട് മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ആരോടാണ്, എന്തിനാണ് മാപ്പ് ചോദിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായില്ല. ഞാനിപ്പോഴും തീർച്ചയായിട്ടും ഉറപ്പിച്ച് പറയുന്നു, കേരളത്തിലെ ജനങ്ങളോട്, ഒരു സിനിമ പ്രേമിയായ ജനങ്ങളോട് ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി മാപ്പ് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഇവർ മാപ്പ് വേണം എന്ന് പറയുന്നത് കേരളത്തിലെ BJPക്കാരാണ് പറയുന്നത് മാപ്പ് വേണം. അതെല്ലാ BJPക്കാരും പറയുന്നുണ്ടെന്ന് പറയുന്നില്ല. സിനിമയായിട്ട് കാണുന്നവർക്കൊന്നും കുഴപ്പമില്ല.
അല്ലാത്തവർക്കാണ് ഈ പ്രശ്നം, അവർക്കാണ് മാപ്പ് വേണ്ടത്. അപ്പം ലാലേട്ടൻ എന്ത് പറയുന്നത്, എന്നെ വളർത്തി എൻ്റെ 47 വർഷത്തെ കരിയറിൽ എന്നെ ഇത്രയും വളർത്തിയത് നിങ്ങളാണ്, നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്തിനാണ് അതിൻ്റെ ആവശ്യമിരിക്കുന്നത്? ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് മുന്നൊരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്തൊരു കമൻറ്റ് വന്നു, നീയാണോടാ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് വേണ്ടാന്ന് പറയുന്നത്, നീയാണോ കേരളത്തിലെ ജനങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഒരു BJP-കാരനായിരിക്കാം ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്തൊരു തെറിയൊക്കെ ഉണ്ട്. അതൊക്കെ യൂട്യൂബ് ഓൾറെഡി റിമൂവ് ചെയ്ത് കളയും കേട്ടോ. അപ്പം ഞാനിപ്പോഴും ഉറപ്പിച്ച് പറയുന്നു, കേരളത്തിലെ ജനങ്ങളോട്, അതായത് സിനിമാ പ്രേമികളായ ജനങ്ങളോട് ലാലേട്ടൻ ഒരു തരത്തിലും മാപ്പ് ചോദിക്കുന്ന ഒരു കാര്യമില്ല. അതിനകത്ത് ആ സിനിമയുടെ ഒരു പവർ, അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു ബ്രീത്ത് എന്ന് പറയുന്നത് ആ ഫസ്റ്റ് കാണിക്കുന്ന കലാപ സീൻ തന്നെയാണ്. ആ സീൻ ആ സിനിമയിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ആ സിനിമ മുന്നോട്ട് പോകുന്നത് ആ സീൻ കൊണ്ടാണ്. പിന്നെ എന്താണ് സിനിമയ്ക്കതിനകത്തുള്ളൊരു കാര്യം? അത്രയൊരു ഇൻ്റർനാഷണൽ ലെവലിലാണ് ആ സിനിമ ആ സീൻ പൃഥ്വിരാജ് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതെടുത്ത് കളയുക എന്ന് പറയുന്നത് ഒരു സിനിമാ പ്രേമിയെ വളരെയധികം ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്താണെങ്കിലും അത് കട്ട് ചെയ്ത് കളയുന്ന ഒരു സാഹചര്യം, ലാലേട്ടൻ മാപ്പ് ചോദിക്കുന്നൊരു സാഹചര്യം, മേജർ രവി വന്നിട്ട് ലാലേട്ടനെ സംരക്ഷിക്കുകയും പൃഥ്വിരാജിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നൊരു സാഹചര്യം എന്താണെങ്കിലും വളരെ എന്താ പറയുക, അത് ആരും സിനിമേൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെ വരുമെന്നുള്ള കാര്യം അവർക്ക് സംശയമല്ല ഉറപ്പുണ്ടായിരുന്നു. അവരതിനു വേണ്ടിയിട്ടുള്ള പരിപാടികളും ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഈ വിഷയത്തിന് ശേഷം ഒരു പടി പോലും താഴ്ന്നിട്ടില്ല, ഉയർന്നുയർന്നങ്ങ് പോകുന്നേ ഉള്ളൂ. ആവശ്യത്തിലധികം കളക്ഷൻ ഈ സിനിമയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. മുടക്കുമുതൽ ഈ സിനിമയ്ക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോഴും ടിക്കറ്റുകളൊക്കെ ഫുള്ള് ബുക്കിംഗ് ആണ്. ഓൺലൈനിൽ സീറ്റുകൾ അവൈലബിൾ ആകുന്നു, അപ്പം തന്നെ അൺഅവൈലബിൾ ആകുന്നു. അതായത് പടപടയെന്ന് പറഞ്ഞാണ് സീറ്റുകളൊക്കെ ബുക്കായി പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും സിനിമ വളരെ നല്ല രീതിയിൽ, ഒരു സിനിമാറ്റിക് രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ മുന്നേറുന്നു. ഇനി അതല്ല പുറമെ വിവാദപരമായിട്ട് മുന്നേറുകയാണെങ്കിൽ ആ രീതിയിലും പൃഥ്വിരാജിനും സിനിമയ്ക്കും ലാലേട്ടനും ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഒരു തരത്തിലുള്ള ദോഷവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്താണെങ്കിലും ഇനിയും ആൾക്കാരൊക്കെ സിനിമകൾ പോയി കാണുക. ഇനിയിപ്പോൾ ആൾക്കാരുടെ തിരക്ക് ബുധനാഴ്ചയ്ക്കുള്ളിൽ ഈ സിനിമ പോയി കാണുക എന്നുള്ളതാണ്. കാരണം ബുധനാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമയിൽ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ് ഈ സിനിമയിൽ കട്ട് ചെയ്യാൻ ഭാഗത്തിന് മാത്രം ഉള്ളത് എന്നറിയാനായിട്ട് ആൾക്കാർ ഇനി സിനിമ കാണാൻ ഓടുകയാണ്. ഇനിയിപ്പം കട്ട് ചെയ്ത് കളഞ്ഞാലും ഇനി എന്താണ് കട്ട് ചെയ്ത് കളഞ്ഞത് എന്നറിയാനായിട്ട് വീണ്ടും ഈ സിനിമയിൽ കയറുന്ന ആൾക്കാർ. എന്താണെങ്കിലും മാസ്റ്റർ ബ്രെയിൻ, സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച മാസ്റ്റർ ബ്രെയിൻ അടിപൊളിയാണ്, കൊള്ളാം.